ഗുഡ് ഈവനിങ് ഓൾ. റാവിസ് പ്രൗധനി സെവൻസ് ഇൻ അസോസിയേഷൻ വിത്ത് യുഡിയുടെ 8ാമത്തെ സീസണാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഫേസ് 2 ലീഗ് മത്സരങ്ങളാണ് നടക്കുന്നത്. ഇപ്പോ കറണ്ട് ചാമ്പ്യൻസ് USTയും കൊസ്റ്റ് യെല്ലോയും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. നല്ലൊരു മത്സരമായിരുന്നു. കറണ്ട് ചാമ്പ്യൻസിന് നല്ലൊരു ഫൈറ്റ് തന്നെ നിങ്ങൾ കൊടുത്തു. ഗോള് 3-0 ആയിരുന്നെങ്കിൽ കൂടി നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മൂവ്സ് ഉണ്ടായിരുന്നു, നല്ല പാസുകൾ ഉണ്ടായിരുന്നു, ഒത്തിരി ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. അവരുടെ അടുത്തൊന്നും അങ്ങനെ തന്നെ ഒത്തിരി ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ നിങ്ങളുടെ നല്ല ഡിഫൻസ് കാരണം ഒത്തിരി സാധനങ്ങൾ പോയി. ഗോൾ കീപ്പറൊക്കെ ഒത്തിരി നല്ല സേവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ആദ്യം ക്യാപ്റ്റൻസി 2 വാക്ക് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം. ആദ്യം ക്വസ്റ്റ്. അത്യാവശ്യം നല്ല കളിയായിരുന്നു രണ്ടുപേരും. ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം അത്രയും ടഫ് മാച്ചിന്. പക്ഷെ പ്രാക്ടീസിന്റെ കുറവ് എല്ലാ കൊല്ലത്തെ പോലെ തന്നെ ഞങ്ങൾക്കുണ്ട്. പ്രാക്ടീസും ഇല്ല, ഡിസിപ്ലിനും ഇല്ല. അത് ഞാനുൾപ്പെടെ ആർക്കും ഇല്ല. അത് കളിയിൽ വ്യക്തമാണ്. അവർക്ക് അതല്ല, അവര് സ്ഥിരം പ്രാക്ടീസും ഡിസിപ്ലിനുള്ള ടീമാണ്. അതിന്റെ ഒരു വ്യത്യാസം നന്നായി കാണാം. അപ്പോൾ രണ്ടുപേരും നല്ല കളിയായിരുന്നു രണ്ട് ടീമും. നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ ഒന്നുകൂടി നന്നായി. ഓക്കെ, അപ്പൊ ലീഗ് മത്സരങ്ങളാണ്. അപ്പൊ ഇനിയും 2 മത്സരങ്ങളും കൂടി ഉണ്ട്. അപ്പൊ അതില് നന്നായിട്ട് പെർഫോം ചെയ്യാം. UST ക്യാപ്റ്റൻ. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ പ്രവൃത്തി ഒരു നല്ല ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് മാച്ചാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രഷർ 2 ടീമിനുണ്ടായിരുന്നു. നല്ല കുറെ ഇടിയൊക്കെ തന്നായിരുന്നു. നല്ല പക്ഷെ ഞങ്ങളുടെ ടീമിന്റെ ഭാഗത്തു നിന്നും ഒരു ടെൻഷൻ പോലത്തെ ഒരു കളി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വരുന്ന മാച്ചിൽ അതൊന്ന് മാറ്റി ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന ഗെയിം കളിക്കുക 2 ടീം. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി നെക്സ്റ്റ് ഗെയിംസ്. താങ്ക് യു. അതെ, ഒരു പ്രഷറിന്റെ ഇതുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് മാച്ച് ആയത് കാരണം ഇനി അങ്ങോട്ടുള്ള കളികളിൽ നല്ല രീതിയിലുള്ള ഇപ്പൊ തന്നെ നല്ല പെർഫോമൻസ് ആണ്. സ്റ്റിൽ നിങ്ങൾക്ക് നല്ല സ്ക്വാഡ് ഡെപ്തും ഉണ്ട്, ഇവർക്കും ഉണ്ട്. അപ്പോൾ അടുത്ത കളികളിലൊക്കെ നന്നാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മാച്ച് ഇന്ന് ഇവാലുവേറ്റ് ചെയ്തത് ശിവയാണ്, ECS പിന്നിൽ നിന്നുള്ള. അപ്പോൾ ആരാണ് പ്ലെയർ ഓഫ് ദ മാച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ ശിവ പറയും. ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടി നിങ്ങൾ നല്ല ഡിഫൻസ് ആയിരുന്നു. അവർക്ക് അങ്ങനെ വലിയ ചാൻസ് ഒന്നും കിട്ടിയില്ല. കിട്ടിയതാണ് അവർ അടിക്കുകയും ചെയ്തു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴാണ് അവർ കുറച്ചുകൂടി കളിച്ച് വന്നത്. കുറെ ചാൻസ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. എന്നാലും നിങ്ങൾ നന്നായിട്ട് മാൻമാർക്കൊക്കെ ചെയ്ത് നല്ല ഡിഫൻസ് ആയിരുന്നു. നല്ല കീപ്പർ നന്നായിട്ട് കളിച്ചു. USC പറയുകയാണെങ്കിൽ അനന്തു അത്യാവശ്യം നല്ല ഡിഫെൻഡിങ് ആയിരുന്നു. പറയല് പ്ലെയർ വിട്ടില്ല. പിന്നെ നോളൻ, രാഹുൽ നന്നായിട്ട് കളിച്ചു. പിന്നെ നമ്പർ 30 അഭിഷേക് പുള്ളി നന്നായിട്ട് കളിച്ചു. പിന്നെ 5-ാം നമ്പർ പുള്ളി അത്യാവശ്യം നന്നായിട്ട് കളിക്കായിരുന്നു. നല്ല ഡിഫൻസീവ് വർക്കായിരുന്നു. പക്ഷെ അറ്റാക്കിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട് തോന്നി. മാൻ ഓഫ് ദി മാച്ച് നോളൻ ആണ് 2 ഗോൾ അടിച്ച്. പ്ലെയർ ഓഫ് ദ മാച്ച് ലഭിക്കുന്നത് റാവിസ് പ്രൗധനി സെവൻസ് ട്രോഫി, സഞ്ജി ബാഗ്സിൽ നിന്നുള്ള ഒരു ഉപഹാരം, കൂടാതെ നമ്മുടെ ഫിസിയോ പാർട്ട്ണർ ബൂൾ ഫിസിയോ നൽകുന്ന ഒരു ഡിസ്കൗണ്ട് വൗച്ചർ. നോളൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. പോരുത്, നമുക്ക് പ്രൗധനി 5s വരാനുണ്ട്. വിമൻസിന്റെ 5s വരാനുണ്ട്. അടുത്ത ആഴ്ച മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എനിക്ക് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിമൻസ് ടീമിനെ സെറ്റ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഒരു ലക്കി ഡിപ്പ് കോൺടെസ്റ്റ് കൂടെ നടക്കുന്നുണ്ട്. ഓരോ വീക്കെൻഡിലും നമ്മൾ നറുക്കെടുക്കുന്നതാണ്. വിജയികൾക്ക് ലഭിക്കുന്നത് റാവി സ്പോൺസർ ചെയ്യുന്ന ഒരു കപ്പിൾ ഡിന്നർ വൗച്ചറാണ്. അപ്പോൾ അതിലും കൂടെ എല്ലാവരും പങ്കെടുക്കുക. താങ്ക് യു ഓൾ.